അസ്സലാമലൈക്കും. നമ്മളിൽ പലരും റമദാൻ 27 കഴിഞ്ഞാൽ പിന്നെ റമദാനിൻ്റെ ആ ഒരു പോരിശാക്കപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ പിന്നീട് ശ്രദ്ധ നമ്മളെ തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. റമദാനിൻ്റെ അവസാന ദിനങ്ങളിലും അതിനുശേഷവും ഒരു വിശ്വാസി പുലർത്തേണ്ട ഗൗരവത്തെക്കുറിച്ച് സംസാരിക്കാം. ഇതിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. റമദാൻ അവസാനം വരെയും നമ്മൾ ഇബാദത്തിൽ മുഴുകിയിരിക്കണം. റമദാൻ കഴിഞ്ഞാലും നമ്മൾ ഈ ഇബാദത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കർമ്മങ്ങൾ അവയുടെ അവസാനത്തെ അടിസ്ഥാനമാക്കിയാണ് അള്ളാഹു പരിഗണിക്കുന്നത്. റമദാൻ അവസാനിക്കുന്നത് വരെയല്ല, മറിച്ച് മരണം വരെ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണം. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവസാനത്തെ രാത്രികൾ നഷ്ടപ്പെടുത്തരുത്. പലരും 27-ാം രാവ് കഴിഞ്ഞാൽ ആരാധനകളിൽ അലസത കാണിക്കുന്നു. എന്നാൽ ലൈലത്തുൽ ഖദർ 29-ാം രാവിലും 30-ാം രാവിലും പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നരകമോചനത്തിനുള്ള അവസരം റമദാനിൻ്റെ അവസാന നിമിഷം വരെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക. റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ പരാജയപ്പെട്ടവനാണ്. അതിനാൽ ബാക്കിയുള്ള സമയമെങ്കിലും തൗബയിലും പ്രാർത്ഥനയ്ക്കുമായി നീക്കിവെക്കണം. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. റമദാനിലെ ശീലങ്ങളായ നോമ്പ്, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ദിക്റുകൾ എന്നിവ റമദാനിന് ശേഷവും നിലനിർത്തണം. കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ എന്തുമാവട്ടെ, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പതിവായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിനുള്ള വലിയൊരു ഫലം കിട്ടുക. അതിപ്പോൾ നമ്മൾ ജോലിയിലായാലും നമ്മൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാലാണ് നമുക്കതിനുള്ള സാമ്പത്തിക മുന്നോട്ടം ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ദിക്റ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ദിക്റിൻ്റെ ഫലം നമുക്ക് അറിഞ്ഞു തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പുകാരൻ്റെ പിഴവുകളും പരിഹാരവുമായും പാവപ്പെട്ടവർക്ക് ഭക്ഷണമായും നിശ്ചയിക്കപ്പെട്ടതാണ് ഫിത്റു സക്കാത്ത്. ഫിത്റു സക്കാത്തിൻ്റെ അരി നമ്മൾ ഓരോരുത്തരും നമ്മൾ കൊടുക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഇത് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. ഫിത്റു സക്കാത്ത് വീട്ടിൽ നോമ്പ് നോറ്റവർക്ക് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ ചെറിയൊരു പിഞ്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിലും നമ്മൾ ഫിത്റു സക്കാത്തിൻ്റെ അരി കൊടുക്കേണ്ടതാണ്. വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരിൽ അതിൻ്റെ കണക്ക് പ്രകാരം അരി വാങ്ങി പാവപ്പെട്ടവരുടെ മുന്നിൽ നമ്മൾ എത്തിക്കുക. അതോടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മൾ റമദാനിലെ നോമ്പ് നോറ്റതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ റമദാൻ മാസത്തിൽ നമുക്ക് ആരോഗ്യവാനായി നോമ്പ് നോൽക്കാനും അതുപോലെ നോമ്പിന് നോക്കാനും തുറക്കാനുമുള്ള ഭക്ഷണങ്ങൾ ബർക്കത്തോടു കൂടി തരുകയും ചെയ്തതും നമുക്ക് ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് തരുകയും എല്ലാം ചെയ്തതിന് നമ്മൾ റമദാൻ ലാസ്റ്റിൽ നിങ്ങൾ റമദാൻ കഴിഞ്ഞല്ലോ എന്ന് വെച്ച് ഇബാദത്തിൽ നിന്ന് തെന്നിമറയാതെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയാൻ മറക്കരുത്. നന്ദി പറയണം അള്ളാഹുവിനോട്. എനിക്ക് ഇനി നല്ല രീതിയിൽ ഭക്ഷണം തന്നല്ലോ, എനിക്ക് ഈ നോമ്പ് നല്ല രീതിയിൽ നയിക്കാൻ പറ്റി, ഇബാദത്ത് ചെയ്യാനും പറ്റി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക. ഹിദായത്ത് നൽകിയതിനും ആരാധനകൾ ചെയ്യാൻ തൗഫീക്ക് നൽകിയതിനും അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദിയുള്ളവരായി കാണിക്കുകയും ചെയ്യണം. ഇത് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നന്ദി ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ നമുക്ക് പടച്ച റബ്ബ് അനുഗ്രഹങ്ങൾ പിന്നീട് തരില്ല. കാരണം നമ്മൾ അള്ളാഹു തരുന്നതിന് നന്ദി കാണിക്കുക. നമുക്ക് എത്ര ഭാഗ്യങ്ങൾ പടച്ച റബ്ബ് തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അതിനൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ഹംദ് പറയുക. മറന്നു പോകരുത്. പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ റമദാൻ മാസം കഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇബാദത്തിൽ നിന്ന് തെന്നി മറയരുത്. ഇസ്ലാമിക കാര്യങ്ങളിൽ നിന്നും ഇബാദത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങളുടെ ആ ഒരു ശുദ്ധിയായ മനസ്സ് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മൾ ജീവിതത്തിൽ വിജയിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. റമദാൻ മാസം കഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് വളരെ വിഷമത്തിലാണുള്ളത്. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇനിയുള്ള റമദാനിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്.